ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പക്കിഴങ്ങ് ഉപ്പേരിയാണ്. കപ്പ ഉപ്പേരി സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. ആ ഗസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കുറേ പേരും ഡ്രാമ ജൂനിയർ കണ്ടിട്ടുണ്ടാവും, റിയാലിറ്റി ഷോ. ആ ഡ്രാമ ജൂനിയറിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അത് എൻ്റെ കൊച്ചുമോളായിരുന്നു, എൻ്റെ പേരക്കുട്ടിയായിരുന്നു. അവളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മായാമയൂര് സീരിയലിൽ ഉണ്ടായിരുന്നു. ആ കൊച്ചു കലാകാരി ഇതാ നിങ്ങളുടെ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവള് നോക്കൂ, ഇതാണ് ആ കൊച്ചുകുട്ടി. അവളെപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോഴും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അമ്മമ്മയും കുട്ടിയും കൂടിയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാറുള്ളത്. വേദു, എല്ലാവർക്കും ഹായ് പറയൂ. ഹലോ ഗായ്സ്, ഞാൻ അമ്മമ്മയുടെ യൂട്യൂബ് ചാനലിലും വന്നു കയറി. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. കണ്ടോളൂ. അപ്പോൾ വേദു, നമുക്ക് ചട്ടി വെക്കില്ലേ? ചട്ടി വെച്ച് കൊടുത്തു. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വേദുകുട്ടിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്ത് തരുന്ന ഒരാള്. എല്ലാ സാധനം വേദുവാണ് എടുത്തു തരിക. വെളിച്ചെണ്ണ വേദു ഒഴിക്കണോ അമ്മമ്മ ഒഴിക്കണോ? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ. കടുകെടുക്കൂ. തീവ് കമ്മിയേക്ക് വേദിക്കുട്ടി കടുകിട്ടു. ഈ കടുക് പൊട്ടുമ്പോൾ വേദിയാണ് കറിവേപ്പിലയിൽ ഇടാൻ പോകുന്നത്. ഇടും. എല്ലാവർക്കും മനസ്സിലായി. വേദു വന്നാൽ ഇവിടെ നല്ല രസമാട്ടോ, ഭയങ്കര കോമഡിയാണ് വേദു. തെറിക്കോന്ന് അവർക്ക് പേടിയാണ്, അതുകൊണ്ട് അവളൊന്ന് മാറി ഇരിക്കും. ഇനി നമുക്ക് ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയൊരു പച്ചമുളക് ഉണ്ടായിരുന്നു ചെറുതായി അരിഞ്ഞു വെച്ചത്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി അതൊന്ന് ഇറക്കി ഒന്ന് സെറ്റാവാം. വേദിക്കുട്ടി ഇളക്കാറുണ്ട് കേട്ടോ എൻ്റെ കൂടെ. വേദിക്കുട്ടി ഇളക്കണം കണ്ടോളൂ. അവൾക്ക് പേടിയൊന്നുമില്ല, അവള് ഇളക്കും എൻ്റെ കൂടെ. വേദു കുക്കിംഗ് ഒക്കെ നല്ല ഇഷ്ടമാണല്ലേ? വേദു വന്നാൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം അല്ലേ? വേദുവിനെ ഇളക്കാനൊക്കെ അറിയട്ടോ ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഇളക്കാനൊക്കെ അറിയോ? എൻ്റെ പൊന്നൂസ് നന്നായി ഇളക്കും. മഞ്ഞപ്പൊടി ഇട്ട് തരും, ഉപ്പിട്ട് തരും, മുളക് പൊടി ഇട്ട് തരും അല്ലേ, കഷ്ണം ഇട്ട് തരും, വെള്ളം ഒഴിക്കും, എല്ലാം ചെയ്യും. ഞാനും അവളും കൂടി കുക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടി പകുതിയാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ കളർ മാറാൻ തുടങ്ങി കണ്ടോ. വേദുവാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചുവന്ന കളറിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ വേവിച്ച് വെച്ചതാണ്. അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതെന്നെ കൊണ്ട് ഇളക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര കട്ടിയായി. അതുകൊണ്ട് ഇത് പൊന്നൂസ് ഇളക്കുന്നില്ല, അമ്മമ്മ മാത്രമേ ഇളക്കുന്നുള്ളൂ. വേദിക്കുട്ടീനെ ഞാൻ പൊന്നൂസെന്നും സോപ്പുസെന്നും ഒക്കെ വിളിക്കും. അല്ല, ആ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഈ കൊള്ളിയിൽ വന്ന് കിഴങ്ങിൽ വന്ന് ഇങ്ങനെ നല്ല യോജിപ്പായി വരണം. അപ്പോഴാണ് കിഴങ്ങിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും.
നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. ഇനി അതൊന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇതാ കണ്ടോ കുറച്ച് ഒരു പിടി നാളികേരം വേദുവിൻ്റെ കൈ കൊണ്ട് വേദിടുന്നതായിരിക്കും. ഇനി ആ നാളികേരം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നാളികേരത്തിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇതിലിടുമ്പോൾ ഒരു നന്നായി 2-3 പ്രാവശ്യം ഇളക്കുമ്പോൾ ആ മണമൊന്ന് മാറിപ്പോകും. നാളികേരം ഈ കിഴങ്ങുമായിട്ട് യോജിപ്പ് വരണം. ഇല്ലെങ്കിൽ നാളികേരം മാറെ കിഴങ്ങ് മാറെ കിടക്കണം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ ഉള്ളിക്കിഴങ്ങ് ഉപ്പേരി റെഡിയായി. കുട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. ചെറുതായിട്ട് ഇതിൽ വെക്കുന്നുണ്ട് അമ്മമ്മ പാത്രത്തിൽ. സാരില്ല, ഏത് കുട്ടിക്ക് നാളികേരം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെറിയൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളിയുണ്ടോ? നന്നായിട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് നല്ലൊരു ഹാപ്പിയായ ദിവസം, നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. സാധാരണ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴും ദിവസം ഞാനും എൻ്റെ കുഞ്ഞുചേട്ടനും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇന്ന് എൻ്റെ മോളും മരുമകനും പേരക്കുട്ടിയും വന്ന ദിവസമാണ്. ഇതാണ് പേരക്കുട്ടി വേദിക ശ്രീകുമാർ. എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവരെ പേരക്കുട്ടി ഒരു ഹായ് പറയൂ. ഇതാണ് എൻ്റെ കുഞ്ഞുചേട്ടൻ, ഒരു ഹായ് പറയൂ. എന്നെ കളിയാക്കിയിട്ടൊക്കെ എങ്ങനെ പറയാണ് ഹായ് എന്ന് നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇതാണ് എൻ്റെ മരുമകൻ ശ്രീകുമാർ. ഇനി എൻ്റെ മോളാണ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് പടവലങ്ങ കൂട്ടാൻ എൻ്റെ മോള് കൊണ്ടുവന്നതാണ് ഉണ്ടാക്കിയിട്ട്. എൻ്റെ മോൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഓരോ ഭക്ഷണങ്ങൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഓരോ ഭക്ഷണങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് നല്ല സന്തോഷമുണ്ടല്ലോ. എന്ന് നമ്മളല്ലേ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പിന്നെ കപ്പ ഉപ്പേരി, പിന്നെ കോവയ്ക്ക ഉപ്പേരി. ഇതെൻ്റെ കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്, ചെറിയ ആൾക്ക് വേദി കുട്ടിക്ക്. അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കോവയ്ക്ക ഉപ്പേരി. പിന്നെ നല്ല പഴുത്ത മാങ്ങ. നിങ്ങൾക്ക് പഴുത്ത മാങ്ങയൊക്കെ കൂട്ടി കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പഴുത്ത മാങ്ങ പീസാക്കി വെച്ചത്, പപ്പടം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി. ഇനി എനിക്കൊരു മോനും കൂടി ഉണ്ട്. മോൻ ഇവിടെ ഇല്ല, മോൻ എറണാകുളത്താണ്. എനിക്ക് 2 കുട്ടികളാണ്, ഒരു മോനും ഒരു മോളും. ഇത്രയാണ് ഞങ്ങളുടെ ഫാമിലി. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കിട്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടി ബൈ പറയൂ. ബൈ ബൈ ബൈ.